മനസ്സിലായി. അവരുടെ അടുത്ത് ഞങ്ങൾ ജയിച്ചതാണ് ടർഫൊക്കെ. ലൈക്ക് ഗൺ പവറിൽ അങ്ങനെ ഈ പറയണത് പോലെ അങ്ങനെ ഒരു പേടി നമുക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. തോക്കുവാണെങ്കിൽ അങ്ങ് തോക്കും, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് വലുതായിട്ടില്ല. അപ്പം സിറ്റുവേഷൻ മര്യാദയ്ക്ക് അല്ലാത്തത് കൊണ്ടാണ് സിറ്റുവേഷൻ എടുക്കാത്തത്. പിന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ അവരോട് മര്യാദയ്ക്ക് പൊക്കോണ്ടിരിക്കുക. അവർക്ക് സിറ്റുവേഷൻ വേണ്ടുന്ന സമയത്ത് അവർ വന്ന് ടി വി എടുത്ത് ചൊറിഞ്ഞോട്ടെ, നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ സിറ്റുവേഷൻ എടുക്കുക എപ്പോ വേണേലും റെഡിയാ. അതുകൊണ്ടല്ല അങ്ങനെ വേറെ ഈ പറയുന്ന സിറ്റുവേഷൻ എടുക്കാൻ പേടി അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ ഇപ്പം നമ്മളെ എതിരെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ പറയണത്. പിന്നെ അവർക്കിപ്പോ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. അവർക്ക് വേറെ കുറെ ഡിസ്കഷനുകളുണ്ട്. അവരിപ്പോ പറയട്ടെ, അവർക്കിപ്പോ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ് അവര്. അപ്പൊ പിന്നെ നമ്മുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള സമയം അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നമുക്ക് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ട. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്, എല്ലാവർക്കും വെൽക്കം. ആൻഡ് ഗൈസ്, എനിക്ക് കുറച്ച് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്റെ സ്ട്രീമിലുള്ള ചേഞ്ചസ്. മൈക്ക് മാറിയിരിക്കുവാണോ? എനിക്ക് ഒരു സെക്കൻഡ് എടാ. ഇപ്പൊ ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഗൈസ്, ഇങ്ങനത്തെയൊക്കെ ഈ സെനാറിയോ ഇഷ്യൂസും ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കോൺട്രവേഴ്സി വേറെ ഒന്നും പറയുമല്ലേ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് ജസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കോൺട്രവേഴ്സീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പം മെയിനായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ അഡ്രസ്സ് ചെയ്ത് പറയണ പ്രശ്നം എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് ഒള്ളി പ്രശ്നം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണത് പോലെ ടോക്സിസിറ്റി, അടി ഉണ്ടാകുമ്പോഴും വഴക്കുണ്ടാകുമ്പോഴും ഉള്ള തെറിവിളി, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ സ്ട്രീമിനെ പറ്റിയോ അല്ലെ എന്നെ പറ്റിയോ ഒന്നും ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടുമില്ല. അങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയി ഇരുന്ന് കൊടുത്തിട്ടുമില്ല. മനസ്സിലായോ? ഞാനത് ഒരുപാട് കാര്യങ്ങൾ കെയർഫുൾ ആയിട്ട് നോക്കി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വിധത്തിൽ ഇപ്പം എപ്പാർട്ട് ഫ്രം എ ഗെയിമർ, ഒരു ഗെയിമറിന് മോളില് എന്നെ കുറെ പേർക്ക് ഈ പറയണത് പോലെ ഈ റിയാക്ഷൻ ഇതായിട്ട് അറിയാം. പിന്നെ ഈ ഷോസ് ഒക്കെ ചെയ്യുന്നത് മ്യൂസിക് റിലേറ്റഡ്, അങ്ങനെ കുറെ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. അപ്പം ഈ RP സിറ്റുവേഷനിൽ നടക്കുന്ന തെറിവിളിയും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ വെറുതെ വന്നിരുന്ന എന്റെ ലൈവിൽ ആരും തെറി വിളിക്കാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വൾഗർ ആയിട്ടുള്ള ലാംഗ്വേജസ് ഇങ്ങനെ ഇരുന്ന് പറയാറില്ല. എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പം, പ്രത്യേകിച്ച് ഇപ്പം എന്റെ ഫാമിലിയൊക്കെ ഈ RPക്കകത്തും അതിനകത്തും ഒക്കെ ഡ്രാഗ് ചെയ്യുന്ന സമയത്താണ് മെയിൻലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. അതായത് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചില സമയത്തൊക്കെ പോവുമല്ലോ, കുഞ്ഞിനെയും മറ്റേ ഇതെല്ലാം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് മെയിനായിട്ട് എന്റെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻഡ് ഓഫ് ദി ഡേ ഈ വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ സിറ്റുവേഷൻസും RPയിലെ പ്രശ്നവും ഗെയിമിലെ പ്രശ്നവും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു വിധത്തില് അതും ശരിക്കും പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ബാഡ് ഇൻഫ്ലുവൻസ് ആണ്. ആൾക്കാരിലാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും പിള്ളേരിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. ഇപ്പൊ TV-യിലൊക്കെ കാണുമ്പോൾ ഭയങ്കര അൺനെസസറി ആയിട്ട് നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഴാന്ന് പറഞ്ഞാൽ അതൊരു ശോകം സിറ്റുവേഷൻ ആയിട്ട് എനിക്കും ഇപ്പൊ തോന്നി തുടങ്ങി. അതായത് ഞാൻ വേറെ ഒരു കാര്യം